പുള്ളി മരിച്ചു പോവുകയും കൂടെ ചെയ്തപ്പോഴത്തേക്കും ഈ ചെറിയ ലോണായിരുന്നത് പലിശയെല്ലാം കൂടെ കൂട്ടി വലിയ കോടികളായി. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. 4 മക്കളുണ്ട്, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നു. ഞാൻ അർച്ചന ജിമ്മി, ചങ്ങളത്തുനിന്ന് വരുന്നു. ചങ്ങളം കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്, പാലായിക്കടുത്ത്. ഞാൻ 2021 സെപ്റ്റംബർ 27 ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ വരുന്ന സമയത്ത് ഞാൻ വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു. കാരണം അതിനു മുമ്പുള്ള മെയ് മാസത്തിൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയായിരുന്നു. കോവിഡ് നല്ല കൂടുതലായിട്ട് നിന്നിരുന്ന സമയമായിരുന്നു. പുള്ളിക്ക് സ്ഥലം പ്ലോട്ടായിട്ട് വയ്ക്കുകയും വീട് വെച്ച് വയ്ക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ആ കോവിഡ് വന്ന സമയത്ത് വാങ്ങിയിട്ടിരുന്ന സ്ഥലങ്ങളും വീടുകളും ഒന്നും വിറ്റ് പോയില്ല. അപ്പോൾ ചെറിയ രീതിയിൽ ബാങ്ക് ബാധ്യത ഉണ്ടായിരുന്നു. അതൊരു കുറച്ച് ഭാഗം വിറ്റ് പോകുമ്പോഴേ തീർന്നു പോകുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇതെല്ലാം ബ്ലോക്കായി പോയപ്പോഴത്തേക്കും ബാങ്ക് ബാധ്യതകളെല്ലാം ഒത്തിരി കൂടി വന്നു. അതൊന്നും വിറ്റ് പോയില്ല. പുള്ളി മരിച്ചു പോവുകയും കൂടെ ചെയ്തപ്പോഴത്തേക്കും ഈ ചെറിയ ലോണായിരുന്നത് പലിശയെല്ലാം കൂടെ കൂട്ടി വലിയ കോടികളായി. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. 4 മക്കളുണ്ട്, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ വയ്യായിരുന്നു. കാരണം എല്ലാവരും എങ്ങനെ ഫേസ് ചെയ്യും. ഒരു ദിവസം പോലും എനിക്ക് തനിയെ ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെയുള്ള അവസ്ഥയായിരുന്നു. എന്തായാലും ഇവിടെ നിന്ന് പോയി ആദ്യത്തെ 1-2 പ്രാവശ്യം ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ടെൻഷനുകളെല്ലാം പോയി. എനിക്ക് ഒന്നും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. പിള്ളേരുടെ ഫീസ് അടയ്ക്കേണ്ട സമയമാകുമ്പോൾ എനിക്ക് അത്രയൊന്നും സഹായിക്കേണ്ട ആവശ്യം എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവർക്ക് തരും. എന്നാലും തരേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഫീസ് അടയ്ക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാൻ തുടങ്ങി. ജിംസിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പലരല്ല ഒരാളാണ്. അപ്പോൾ അവരും പല കാര്യത്തിൽ സഹായിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അന്ന് തുടങ്ങി ഇന്ന് വരെ മക്കളുടെ വിദ്യാഭ്യാസം ഈ 3 വർഷം ഞാൻ ഒരു ദിവസം മുമ്പോട്ട് പോകാൻ പറ്റുമല്ലാത്ത ഞാൻ മാതാവിൻ്റെ ആ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഒരു തടസ്സവും ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത്. ബാങ്ക് ബാധ്യതയുണ്ട് പോലും പിള്ളേരുടെ പഠനങ്ങളൊന്നും ഒരു തടസ്സവും ഇല്ലാതെ പോയി. സ്കൂൾ മാറ്റേണ്ടി വന്നില്ല. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ആളിൻ്റെ ഡിഗ്രി കംപ്ലീറ്റായി. അവന് കാനഡയ്ക്ക് പോകാനുള്ള തടസ്സങ്ങൾ ഞാനിവിടെ സാക്ഷ്യം പലതും കേൾക്കുമ്പോൾ അവർ പലതും വിസ തടസ്സം വരുന്നതും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ആകാനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം അതിനുവേണ്ടി ഇങ്ങനെ പോയി എന്നെല്ലാം ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ അത് IELTS 7 എഴുതിയെടുക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. അതിൻ്റെ പൈസ കയ്യിലോട്ട് വരുന്നതിന് ഒരു തടസ്സങ്ങളും ഇല്ല. ബാങ്ക് ലോൺ എടുക്കേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ എനിക്ക് സഹായിച്ച് തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റി. കാരണം അത്രയും ലോണുള്ളപ്പം ബാങ്കിൽ ഒരു പ്രശ്നമില്ല. ഈ ലോൺ ഉള്ളത് കൊണ്ട് തന്നെ പൈസ അടയ്ക്കുന്നതിനോ കൊച്ചിന് പോകുന്നതിനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആദ്യം തന്നെ വിസ കിട്ടുന്നു. എല്ലാ കാര്യങ്ങളും ഓക്കെ, അവനെ പഠിക്കാൻ വിടാൻ പറ്റി. അതുപോലെ തന്നെ രണ്ടാമത്തെ കൊച്ചിന് ഡിഗ്രിക്ക് നഴ്സിങ്ങിനാണ് പോയത്. അവന് അവിടെ പോയി രജിസ്റ്റർ ചെയ്യാൻ പറയുമ്പോൾ ആ രജിസ്റ്റർ ചെയ്യാനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഒരു 6 ലക്ഷം ആദ്യത്തെ വർഷം തന്നെ ചേരുമ്പോൾ അടയ്ക്കണമായിരുന്നു. അതെങ്ങനെ ഉണ്ടാകുമെന്ന് ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ സമയമായപ്പം അതെല്ലാം ആയി. ഇളയ പിള്ളേരുടെ പഠനങ്ങൾ നടക്കുന്നു. എല്ലാം നടന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് എൻ്റെ ടെൻഷൻ മാറി. ഇതെല്ലാം നടന്ന് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഈ മാതാവിൻ്റെ സംരക്ഷണം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ആ നടന്നപ്പോഴതിനേക്കാൾ കൂടുതൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത്രയും സംരക്ഷണം ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഇത്രയും നാളും ജീവിച്ചല്ലോ, എനിക്കെങ്ങനെയാണ് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റി. കാരണം ആദ്യമൊക്കെ ആളുകൾ വന്ന് ബുദ്ധിമുട്ടിക്കാനുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അവർക്കാർക്കും അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. പക്ഷേ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് പോലെയുള്ള ഫീലിങ്സ് ഒന്നും വരുന്നില്ല. ഇത്രയും കാത്ത മാതാവ് എന്നെ ഇനി മുന്നോട്ടും നയിക്കും, മുന്നോട്ടും കൊണ്ടുപോകും എന്നൊരു വിശ്വാസം അതിപ്പോഴും ഉണ്ട്, മുന്നോട്ട് നടത്തുന്നുമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ സാലറി ആയിരുന്നു. ഇപ്പോൾ എത്രയും വർഷമായപ്പോൾ കാരണം 4 മക്കളാവുമ്പം ആദ്യം തന്നെ എനിക്ക് ഫുൾ ടൈം ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. തൊട്ടടുത്താണെങ്കിൽ പോലും കുറച്ച് സമയമേ ജോലി ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം സാലറിയും കുറവായിരിക്കും. അത് 1-2 പ്രാവശ്യമായിട്ട് കുറച്ചുകൂടെ കൂടിക്കിട്ടി. അതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അപ്പോഴും ഞാൻ ഇളയാളെ പഠിപ്പിക്കാൻ വേണ്ടുമ്പോഴത്തേക്കും അവൻ്റെ ഹോസ്റ്റൽ ഫീസ് മാത്രമേ ആകുന്നുള്ളായിരുന്നു എൻ്റെ സാലറി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അമ്മ ഇനി മുന്നോട്ടെങ്ങനെ ഇത് ഹോസ്റ്റൽ ഫീസ് കഴിയുമ്പോൾ ഇളയാളുടെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റുമല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട്
എല്ലാം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ സാലറി കൂടി കിട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും, അല്ലാതെ തന്നെ പണം എൻ്റെ കയ്യിലേക്ക് റിലേറ്റീവ്സായിട്ടും അല്ലാതെയായിട്ടും ആ ചെയ്യേണ്ട സമയത്ത് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം എന്നെ എത്രത്തോളം സംരക്ഷിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് അത് കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോഴാണ് ഞാൻ പോലും അറിയുന്നത്. ഇതാണ് എൻ്റെ സാക്ഷ്യം, എൻ്റെ ജീവിതം തന്നെ. പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ അങ്ങ് പോകുമ്പം ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം ഞാൻ വീട്ടിൽ പത്രം കൊണ്ടുവന്നിട്ട്, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ജോലി ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ കൊടുത്തു, അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്തു. പിന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ചേർത്തല ചെന്ന് കഴിയുമ്പോൾ തുടങ്ങി ബസ്സിലുള്ളവർക്കെല്ലാം കൊടുക്കും, സ്റ്റാൻഡിൽ കൊടുക്കും. പിന്നെ ഞാൻ ചേർത്തലയിൽ നിന്ന് കോട്ടയത്ത് ചെന്ന് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ 1-2 പത്രമേലും ആൾക്കാരവിടെ ബസ്സിൽ ഇട്ടിട്ട് പോയിട്ടുണ്ട്, അതെടുത്തു. പിന്നെ അടുത്ത സ്റ്റോപ്പിലേക്ക് പാലായിക്ക് കയറുമ്പം ആ ബസ്സിലുള്ളവർക്ക് എല്ലാവർക്കും കൊടുത്തു. അപ്പോഴത്തേക്കും കുറച്ച് പത്രം കൂടെ തീരും. പിന്നെ പാലായി ചെന്നിറങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ അവിടെ വഴികളിൽ കാണുന്നവർക്കൊക്കെ ഇങ്ങനെ കൃപാസനത്തിൽ നിന്ന് ഞാനൊരു പത്രം തരട്ടെ, കാരണം നിങ്ങൾക്ക് ഇഷ്ടമാണേ വാങ്ങിച്ചാൽ മതി, കളയാനാണേ വാങ്ങിക്കണ്ട, കാരണം എനിക്ക് ബാക്കി വന്ന് എടുക്കുന്നതിൽ എളുപ്പം. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ചെയ്താൽ, ഞാനിത് ഇഷ്ടമായിട്ടാണ് തരുന്നത്, ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊടുത്തത്. കാരണം വീട്ടിൽ ചെല്ലുമ്പം പാലായിൽ നിന്ന് ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ കയ്യിൽ 3-4 പത്രമേ കാണുകയുള്ളായിരുന്നു കൊണ്ടുപോകാനായിട്ട്. അത് ഏത് കാസ്റ്റിലുള്ളവരാണെന്നോ ക്രിസ്ത്യനാണോന്നോ ആരാണെന്ന് ഞാൻ അന്നും അവരോട് ചോദിച്ചിട്ടില്ല, എല്ലാവർക്കും കൊടുത്തു. ചിലരൊക്കെ എൻ്റെ അടുത്ത് എനിക്ക് ഒന്നേ കിട്ടിയുള്ള 2-3 എണ്ണം കൂടെ തരാമോ, എൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനാ എന്ന് പറഞ്ഞ് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. ചിലർ പറഞ്ഞു ഇത് ഇന്ന ആൾക്കാർക്കൊക്കെ കൃപാസനത്തിലെ പത്രം ഇഷ്ടമുള്ളവരുണ്ട്, അവർക്കൂടെ കൊടുത്തിട്ടേ പോകാവുള്ളൂ. അതുകൊണ്ട് തന്നെ പാലായിൽ നിന്ന് ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ 3-4 പത്രം ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് 1-2 പേരൊക്കെ വെയിറ്റ് ചെയ്യും, അവിടെ പോകുന്നുണ്ട്, എൻ്റെ ഈ പറഞ്ഞിട്ട് പോകണം, ആ പത്രത്തിൽ 1-2 എണ്ണമൊക്കെ ഞങ്ങൾക്കും തരണം എന്ന് പറയുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി അവിടുന്ന് ഞാൻ കൊടുക്കാതെ കൊണ്ടുപോകുന്നതായിരുന്നു. പിന്നെ ഹോസ്പിറ്റലാണേലും എല്ലാവരും ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പം ഫാർമസിയിൽ, അപ്പം റൂമിലേക്കൊക്കെ ചെല്ലുമ്പം പലരും ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ റൂമിലോട്ട് പോകുമ്പം എങ്ങനെ ചെയ്താലാണോ അവർക്ക് ഇഷ്ടമാകുന്നത് അങ്ങനെ ചെയ്യാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നതല്ലാതെ, കാരണം അവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് അവിടെ കിട്ടുന്നത്. അപ്പം ഞാൻ ചെയ്താൽ അതൊരിക്കലും കൂടി പോവുകയില്ല, കുറഞ്ഞും പോവുകയില്ല, എന്നാലും അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നത്. പിന്നെ അടുത്തുള്ളവരുണ്ട് തീരെ വയ്യാതെ കിടക്കുന്നവർ, അപ്പോൾ അവർ വിളിക്കുവാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. കാരണം എനിക്ക് ചെയ്തു കൊടുക്കാനൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൻസ് വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവർ ടേക്ക് കെയർ ഞാൻ ചെയ്തിരുന്നത് കൊണ്ട് ചെറിയ ചെറിയ രീതിയിലുള്ളത്, അതായത് വലിയ ഡോക്ടേഴ്സ് ചെയ്യുന്ന പോലെ ഒന്നും അറിയില്ല, പക്ഷേ അത്യാവശ്യം ഒരു നേഴ്സിംഗ് കെയർ മാതാവ് എനിക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെ അതൊരു ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടാണെന്നോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ ഒരുമാതിരി ഒരു തടസ്സമില്ലാതെ ചെയ്യാൻ എനിക്കും പറ്റിയിരുന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ, മധ്യസ്ഥ സഹായത്തിൽ